ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ +2 കെമിസ്ട്രിയുടെ ചാപ്റ്റർ 1 ദി സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ് വരെ നോക്കിയത് പാക്കിംഗ് എഫിഷ്യൻസി വരെ ആയിരുന്നു. ബാക്കി പോർഷൻസ് ഇന്ന് നോക്കാം. കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ. യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷനുകൾ അല്ലെങ്കിൽ അളവുകൾ ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഓക്കെ. ഫ്രം ദ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. നമുക്കറിയാം, യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്കൊരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം അളക്കാൻ കഴിയും. കാരണം നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം നോക്കുന്ന യൂണിറ്റ് സെല്ല് ക്യൂബ് ഷേപ്പുള്ള യൂണിറ്റ് സെല്ല്. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് ദ ക്യൂബ് എന്തായിരിക്കും? എ ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ സൈഡ് ക്യൂബ് ആയിരിക്കും. അതിൻ്റെ സൈഡ് നമ്മൾ എടുക്കുന്നത് എഡ്ജ് ലെങ്ത് ആണ്. എഡ്ജ് ലെങ്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സിമ്പിൾ എ ആണ്. സോ വോളിയം ഓഫ് ദി ക്യൂബ് അല്ലെങ്കിൽ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എ ക്യൂബ് ആയിരിക്കും. നോയിങ് ദ ഡെൻസിറ്റി ഓഫ് ദ മെറ്റൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ, അല്ലേ? അപ്പം നമുക്ക് ആ യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തും പറ്റും, യൂണിറ്റ് സെല്ലിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ മാസും കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി മാസ് ഓഫ് എ സിംഗിൾ ആറ്റം ഗീവ്സ് ആൻ ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് അവോഗാഡ്രോ കോൺസ്റ്റൻറ്റ്. അവോഗാഡ്രോ കോൺസ്റ്റൻറ്റ് എന്താ? എൻ എന്ന് പറയും, അല്ലേ? അവോഗാഡ്രോ കോൺസ്റ്റൻറ്റിനെ കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും? മാസ് ഓഫ് എൻ ആറ്റം. ഓരോ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ അവോഗാഡ്രോ കോൺസ്റ്റൻറ്റിനെ കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ താഴേക്ക് വരുമ്പം നമുക്ക് എവിടെയാണ് അവോഗാഡ്രോ നമ്പർ വരുന്നത്, കോൺസ്റ്റൻറ്റ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്നതൊന്നും അത്ര മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം, അത്രേ ഉള്ളൂ. Suppose edge length of a unit cell of cubic crystal determined by X-ray diffraction is A, D the density of the solid substance and M the molar mass. അപ്പോൾ നമ്മൾ ഓർക്കണം എന്താ? എഡ്ജ് ലെങ്ത് ഓഫ് എ യൂണിറ്റ് സെൽ. ഒരു ക്യൂബിക് ക്രിസ്റ്റൽ യൂണിറ്റ് സെല്ലിന് എന്താ എഡ്ജ് ലെങ്ത് എ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി കണ്ടുപിടിച്ച ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് എ. പിന്നെ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസും ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെല്ലും സെയിം ആയിരിക്കും. ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു സ്മോൾ പാർട്ടല്ലേ യൂണിറ്റ് സെല്ല്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെ ആയിരിക്കും ആ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ. ഡെൻസിറ്റി ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഡി എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഡെൻസിറ്റി സാധാരണ നമ്മൾ റോ ആണ് അതിൻ്റെ സിമ്പിൾ കൊടുക്കാറുള്ളത്. സാധാ സിമ്പിൾ റോ ആണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡി തന്നെയാണ്. അപ്പം നമ്മൾ ഡി തന്നെ യൂസ് ചെയ്താൽ മതി, ക്വസ്റ്റ്യനിലും അതേ വരത്തുള്ളൂ. ആൻഡ് എം ദി മോളാർ മാസ്. മോളാർ മാസ് എന്താ? എം. ഇൻ കേസ് ഓഫ് എ ക്യൂബിക് ക്രിസ്റ്റൽ, ഒരു ക്യൂബ് ഷേപ്പ് ക്രിസ്റ്റൽ ആണ്. വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ എ ക്യൂബ്. നമുക്കറിയാം ക്യൂബ് ആയതുകൊണ്ട് തന്നെ ക്യൂബിൻ്റെ വോളിയം എന്താ? യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ വോളിയം എന്തായിരിക്കും? സൈഡ് ക്യൂബാണ്. സൈഡ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണ്. എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. സോ എ ക്യൂബ്. വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്താ? ക്യൂബ് ആയതുകൊണ്ട്, യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് ക്യൂബ് ആയതുകൊണ്ടാണ് എ ക്യൂബ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം നമുക്ക് എ ക്യൂബാണ് കിട്ടി. ഇനി മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് സെല്ലിന് മാസ് കൊടുക്കുന്ന ആരായിരിക്കും? അതിലെ പാർട്ടിക്കിൾസും അവരുടെ വെയിറ്റും ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് എഴുതാം? എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ, പാർട്ടിക്കിൾസ് ആറ്റങ്ങളല്ലേ, അപ്പം ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ടോ അതേ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം, ഓരോ ആറ്റത്തിൻ്റെ എന്താ മാസ് ബൈ വോളിയം എ ക്യൂബ്.
എന്നാൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി കിട്ടത്തുള്ളൂ. അപ്പം മാസിനെ മാത്രം എടുത്ത് എഴുതുവാണെങ്കിൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു ഈ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ നമ്പർ ഓഫ് ആറ്റം Z ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ സ്മോൾ ലെറ്റർ M. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ M എന്താണെന്ന് പഠിക്കുന്നത്. മാസ് ഓഫ് എൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദി യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിലുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ മോളാർ മാസ് ബൈ അവോഗാഡ്രോ നമ്പർ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാർ മാസ് ഈസ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ 1 mole ഓഫ് മാസ് ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണ് മോളാർ മാസ്. ഒരു മോൾ സബ്സ്റ്റൻസിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6.02 × 10⁻23. അതാണ് അവോഗാഡ്രോ. അത്രയും പാർട്ടിക്കിൾസിൻ്റെ മാസാണ് എന്ത്? മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? M ഈസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ N. അപ്പോൾ മോളാർ മാസും അവോഗാഡ്രോ കോൺസ്റ്റൻറ്റും എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുന്നത് Z ഇൻറ്റു M. Z ഇൻറ്റു M ബൈ വോളിയം A³. Z M എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാ? മോളാർ മാസ് ബൈ അവോഗാഡ്രോ നമ്പർ ഇൻറ്റു താഴെ A³ ഉണ്ട്, A³. അപ്പം ഈ ഇക്വേഷനാണ് പഠിച്ച് വെക്കേണ്ടത്. ZM ബൈ A³ N. Z ഇൻറ്റു M ബൈ A³ ഇൻറ്റു N. ZM ബൈ A³ N. ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഇക്വേഷൻ. ഇത് പഠിച്ചു വെച്ചാൽ ഈ ഇപ്പം 1 2 3 4 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഡെൻസിറ്റി ഉണ്ട്, നമ്പർ ഓഫ് ആറ്റം ഉണ്ട്, മോളാർ മാസ് ഉണ്ട്, എഡ്ജ് ലെങ്ത് ഉണ്ട്, അവോഗാഡ്രോ കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇതിൽ ഇത്രയും 4 എണ്ണം അറിയാമെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിക്കാം അല്ലേ. ഇനിയിപ്പം Z കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അങ്ങനെ ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, എന്നാലും നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ഈ ഓരോ എക്സാമ്പിൾസിലും കിടക്കുന്നത്. ആൻഡ് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ കേസ് ഒന്ന് നോക്കിക്കേ. നമ്പർ ഓഫ് ആറ്റം അപ്പോൾ സിമ്പിൾ ക്യൂബിൻ്റെ കാര്യമാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ച FCC ആണെങ്കിലോ നമ്പർ ഓഫ് ആറ്റം 4 ആയിരിക്കും. 4 ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം കൊടുക്കണം. ഇനി നമ്മൾ പഠിച്ച യൂണിറ്റ് സെല്ല് BCC യൂണിറ്റ് സെൽ ആണെങ്കിലോ 2 ആയിരിക്കും നമ്പർ ഓഫ് ആറ്റം. ഓക്കെ, സെല്ലിൻ്റെ എണ്ണമൊക്കെ ക്വസ്റ്റ്യനിൽ ഏതാണോ യൂണിറ്റ് സെല്ലുകൾ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ 1.3 ആദ്യം നോക്കാം. An element has a body-centered cubic structure with a cell edge of 288 picometer. The density of the element is 7.2 gram per centimeter cube. How many atoms are present in 208 gram of the element? എത്ര ആറ്റമാണ് 208 gram ഓഫ് ദി എലമെൻറ്റ്? ഒരു എലമെൻറ്റിൻ്റെ അത്രയും ഗ്രാമിൽ എത്ര ആറ്റങ്ങളാണെന്നാണ്. അപ്പം അത്രയും ഗ്രാമിൽ എത്ര ആറ്റങ്ങളാണെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് ആദ്യം എത്ര യൂണിറ്റ് സെൽ അത്രയും ഗ്രാമിലുണ്ടെന്ന് അറിയണം. എത്രയും യൂണിറ്റ് സെൽ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം? വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ല്. വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ നമുക്കറിയാം. എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, BCC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം 2 ആയിരിക്കും. തന്നിരിക്കുന്ന ഓരോന്നും നമ്മൾ എടുത്ത് എഴുതണം. നമ്പർ ഓഫ് ആറ്റം എത്രയാ? നമ്പർ ഓഫ് ആറ്റം 2 ആയിരിക്കും. പിന്നെ A തന്നിട്ടുണ്ട്, എത്ര? 288 പൈക്കോമീറ്റർ. പിന്നെ എന്ത്? ഡെൻസിറ്റി തന്നിട്ടുണ്ട് 7.2 gram per centimeter cube. നമ്പർ ഓഫ് ആറ്റം ഇൻ 208 gram ഓഫ് എലമെൻറ്റിൽ എത്ര ആറ്റം ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് അറിയണം. എത്ര യൂണിറ്റ് സെല്ല് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എത്ര ആറ്റം ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അപ്പം ആദ്യം യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം നോക്കണം. വോളിയം ഈസ് ഈക്വൽ ടു A³ നമുക്കറിയാം. സൈഡ് ക്യൂബാണ്. സൈഡ് എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണ്, അതായത് A ആണ്. അപ്പോൾ A³ 288 പൈക്കോമീറ്റർ
ക്യൂബ്. ഇനി പൈക്കോ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ ഫിസിക്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു ബോക്സിനകത്ത് കുറേ സെൻറ്റിയുടെ വാല്യൂ എത്ര, ഡെസി വാല്യൂ എത്ര, പൈക്കോ വാല്യൂ എത്ര, മൈക്രോ വാല്യൂ എത്ര, മില്ലി വാല്യൂ എത്ര, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പൈക്കോയുടെ വാല്യൂ 10⁻12 ആണ്. അപ്പം 288 × 10⁻12 മീറ്റർ എന്നിട്ടു. ആൻഡ് എ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം (3³ ഇടണം. ആൻഡ് പിന്നെ ഇവർ എന്തും കൂടെ ചെയ്തിട്ടുണ്ട്, മീറ്ററിനെ ഇവർ സെൻറ്റിമീറ്ററിലോട്ടാക്കി. അപ്പം ഇൻറ്റു 10⁻12 ഇൻറ്റു പിന്നെയും വീണ്ടും ഒരു 10² ചെയ്തു. അപ്പം -10 ആയി. 288 × 10⁻10 cm³ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2.39 × 10⁻³ cm³ എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കിട്ടി. ഇനി എന്താ നമ്മൾ നോക്കണ്ടേ? ഇനിയും വോളിയം ഓഫ് 208 gram ഓഫ് ദി എലമെൻറ്റ്. അത്രയും 208 gram എലമെൻറ്റിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിച്ചു. ഇനിയും 208 ഗ്രാമിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ബൈ ഡെൻസിറ്റി. മാസ് നമുക്കറിയാം 208 ആണ്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. ഇനി നമ്മൾ എന്താ അത്രയും വോളിയത്തിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് എലമെൻറ്റ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല്. എലമെൻറ്റിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെൽ, അതായത് 28.88 cm³ നമുക്ക് ഇവിടെ കിട്ടിയ ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും യൂണിറ്റ് സെൽസ് ആണ് അത്രയും വോളിയത്തിൽ. 12.08 × 10⁻23 യൂണിറ്റ് സെൽസ് ആണ് ഇത്രയും വോളിയത്തിലുണ്ടെന്ന് മനസ്സിലായി. അത്രയും കൊണ്ട് പക്ഷേ തീർന്നില്ല. എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ആറ്റം ഇൻ 208 gram ഓഫ് എലമെൻറ്റ്. 208 gram ഓഫ് എലമെൻറ്റിലെ നമ്പർ ഓഫ് ആറ്റങ്ങളാണ്. അപ്പം ഇത്രയും യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത്രയും വോളിയത്തിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ യൂണിറ്റ് സെല്ലുകളിൽ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു BCCA ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 2 ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഇൻ 208 gram ഓഫ് എലമെൻറ്റ്. അത്രയും ഗ്രാം ഓഫ് എലമെൻറ്റിൽ എത്ര എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 2 × നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ ദിസ് വോളിയം. ആ വോളിയത്തിലെ യൂണിറ്റ് സെല്ലിൻ്റെ എണ്ണം ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം കിട്ടും. ഇതെന്താ, ഇത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഈ എക്സാമ്പിൾ ചെയ്താലേ നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന ഉടനെ ഈ ഒരു പാറ്റേണിൽ ചെയ്യണമെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾ ഒന്നും കൂടെ ഇത് നോക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല അല്ലേ? D = Zm / a³ NA ആ ഒരു ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള അങ്ങനെ ഡയറക്റ്റായിട്ട് അല്ലാത്തത് വന്നാൽ ചെയ്യണം. എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഈ ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, എക്സാമ്പിൾ 1.4. ഇനി അടുത്തത്, എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഷോ ദാറ്റ് ദ കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ എ FCC യൂണിറ്റ് സെൽ വിത്ത് cell edge of 3.608 × 10⁻⁸ cm. In a separate experiment, copper is determined to have a density of 8.92 gram per cm³. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് കോപ്പർ കണ്ടുപിടിക്കാനാണ്. ഇതിനകത്തെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കാമെങ്കിലേ കാണാം. എന്താ? എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, പിന്നെ FCC യൂണിറ്റിലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ആറ്റം ഇസഡും തന്നിട്ടുണ്ട്. Z = 4 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അറ്റോമിക് മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ മോളാർ മാസ് ഉണ്ട്. അപ്പം മോളാർ മാസിനെ കണ്ടുപിടിച്ചിട്ട്, മോളാർ മാസ് എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ്. അതിൻ്റെ എന്ത് മാറ്റിയാൽ മതി? യൂണിറ്റ് മാറ്റിയാൽ മതി. അത് അറ്റോമിക് മാസിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. നോക്ക്, മോളാർ മാസ് D = Zm / a³ NA എന്നുള്ളതിൽ ഈ M കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ ഉള്ളതിനെ രണ്ടിനെയും ഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അതാണ് M = D × a³ NA. അപ്പം തൊട്ടടുത്തുള്ള Z താഴേക്ക് വരും. Z അത് അങ്ങനത്തെ എഴുതാൻ അറിയാമല്ലോ.
അപ്പം ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെൻറ്റിമീറ്റർ ക്യൂബ് 8.9 തന്നിരിക്കുന്നതെല്ലാം നോക്കണം. എന്താ എല്ലാം സെൻറ്റിമീറ്ററിലാണോ കിടക്കുന്നത്, മീറ്ററിലാണോ കിടക്കുന്നത്, അതൊക്കെ നോക്കണം. ഇല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഒരെണ്ണം സെൻറ്റിമീറ്ററിലോ ഒരെണ്ണം മീറ്ററിലോ കിടക്കുന്നെങ്കിൽ കൺവേർഷൻ വേണം അവിടെ. അപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും ഒന്നെങ്കിൽ മീറ്ററിലാക്കുക അല്ലെങ്കിൽ രണ്ടും സെൻറ്റിമീറ്ററിലാക്കുക. അപ്പം ഇത് രണ്ടും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്തു, അത്രയും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് മോളാർ മാസ്സാണ്. ആറ്റമിക് മാസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യൂണിറ്റ് മാറ്റി കൊടുക്കണം, മാസ് യൂണിറ്റേക്ക് മാറ്റണം. ഇതൊക്കെ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രാം പെർ മോൾ അല്ലെങ്കിൽ എന്താണ് ആറ്റമിക് മാസിൻ്റെ യൂണിറ്റ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, silver from CCP lattice and X-ray studies of its crystal show that the edge length of its unit cell is 408.6 picometer. Calculate the density of silver. ഇതും എന്താ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ നിന്ന് എഴുതാനുള്ളത് തന്നെയാണ്. കാരണം എന്താ, ആറ്റത്തിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. CCP ലാറ്റസാണ്. CCP FCC എന്നൊക്കെ പറയുന്നത് ഏതായിരിക്കും, അവരുടെ നമ്പർ ഓഫ് ആറ്റം 4 ആയിരിക്കും. പിന്നെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പിന്നെ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറ്റമിക് മാസ് തന്നിട്ടുണ്ട്. ആറ്റമിക് മാസ് വരുമ്പം നമുക്ക് എന്താ അറിയാം, ആറ്റമിക് മാസിനെ എന്താക്കി മാറ്റണം, മോളിക്കുലർ മാസ് അല്ലെ മോളാർ മാസാക്കി മാറ്റണം. മോളാർ മാസിനെ കണ്ടോ, 1.7 ഗ്രാം പെർ മോൾ. അതായത് ഒരു മോൾ സബ്സ്റ്റൻസിലെ എത്ര വെയിറ്റ് ഉണ്ടെന്നല്ലേ മോളാർ മാസ്. അപ്പം ഗ്രാം പെർ മോൾ യൂണിറ്റ് മാറ്റി. പിന്നെ അവർ എന്ത് ചെയ്തു, കിലോഗ്രാം പെർ മോളിലേക്ക് മാറ്റി. എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് പൈക്കോമീറ്റർ ആണ്. പൈക്കോമീറ്ററിന് 10⁻12 മീറ്റർ എന്ന് എഴുതി. 408.6 × 10⁻12 മീറ്റർ എന്ന് എഴുതി. ഇനി ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡിൻ്റെ വാല്യൂ 4, എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നില്ല, യൂണിറ്റ് മാറ്റിയാൽ മതിയായിരുന്നു. യൂണിറ്റ് മാറ്റിയത്. പിന്നെ ബൈ a³ എന്ന് പറയുമ്പം ഇത് ഇൻറ്റു ഹോൾ ക്യൂബ്. പിന്നെ അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ 6.02 × 10⁻23 പെർ മോൾ. എല്ലാം വെട്ടിക്കളയുക. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ആൻസർ എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഗ്രാം പെർ സെൻറ്റിമീറ്റർ (−3) ഇങ്ങനെ ആക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഇതും റൈറ്റാണ് ഇതും റൈറ്റാണ്, ഏതെങ്കിലും ഒരു വാല്യൂവിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം എക്സാമ്പിൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാ എക്സാമ്പിളും ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ്. അത് ഓരോന്നായി നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ച പോർഷൻസിലെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ 2-dimensional coordination number of a molecule in square close packed layer? സ്ക്വയർ ക്ലോസ് പാക്ഡ് 2-dimensional സ്ട്രക്ചറിൽ എന്താ കോർഡിനേഷൻ നമ്പർ ഒരു മോളിക്യൂളിൽ എത്രയാണ്? സ്ക്വയർ ക്ലോസ് പാക്ക് എങ്ങനെയായിരുന്നു നമ്മൾ ഫോം ചെയ്തത്? 1-dimensional ലെയർ വെച്ചു. 2-dimension എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ ലെയേഴ്സ് അടുക്കി വെക്കണം. എക്സാക്റ്റ് ഫസ്റ്റ് ലെയറിൻ്റെ ഫസ്റ്റ് റോയുടെ മുകളിൽ തന്നെയാണ് അടുത്ത സ്ഫിയേഴ്സ് വരുന്നതെങ്കിൽ അല്ലെ അടുത്ത പാർട്ടിക്കിൾസ് വരുന്നതെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനല്ലേ നമ്മൾ സ്ക്വയർ പാക്ഡ് എന്ന് പറഞ്ഞത്. എ ടൈപ്പ് എന്ന് പറയും അല്ലേ? എന്തുകൊണ്ടാണ്? എക്സാക്റ്റ് ഈ ലെയർ പോലെ തന്നെയാണ് ഇതെല്ലാം, ഈ ഒരു റോ പോലെ തന്നെയാണ് ഈ എല്ലാ റോയും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരാറ്റത്തിന് എത്ര എണ്ണം ടച്ച് ചെയ്ത് നിൽക്കുന്നു അതായിരുന്നു. അപ്പം ഈ ഒരു ആറ്റം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ആറ്റത്തിന് എത്ര എണ്ണം ടച്ച് ചെയ്തിട്ടുണ്ട്? 1 2 3 4. ഇതിൻ്റെ എല്ലാ സെൻറ്റേഴ്സ് യോജിക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. അതുകൊണ്ടായിരുന്നു സ്ക്വയർ പാക്ഡ് സ്ട്രക്ചർ. അപ്പം കോർഡിനേഷൻ നമ്പർ എത്ര? 4. കാരണം 4 പേരാണ് ഒരാറ്റത്തിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നവർ. കോർഡിനേഷൻ നമ്പർ 4. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ഈ ഫസ്റ്റ് റോ ഇങ്ങനെയാണ്, സെക്കൻഡ് റോ വെക്കുന്നത് എങ്ങനെയാണ്?
സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ഈ ഡിപ്രഷനുകളിലായിരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കാണണം. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? A compound form hexagonal close packed structure. What is the total number of voids in 0.5 mole of it? How many of these are tetrahedral voids? ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? HCP സ്ട്രക്ചറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഓരോന്ന് എഴുതാം. 1.15 ആണ്. അപ്പം HCP സ്ട്രക്ചറാണ്. HCP സ്ട്രക്ചറാന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മോളിനകത്ത്? 0.5 മോൾ ഓഫ് ഇറ്റ്. നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റം അല്ലെ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിച്ചാലേ നമുക്ക് വോയിഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് എന്താ ചോദിച്ചിരിക്കുന്ന? വോയിഡ് കണ്ടുപിടിക്കണം. വോയിഡ്സിൻ്റെ എണ്ണം നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു ടെട്രാഹീഡ്രൽ വോയിഡ് ആണെങ്കിൽ 2 ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഒക്ടാഹീഡ്രൽ വോയിഡ് ആയിരുന്നെങ്കിൽ സെയിം ഈക്വൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പം നമ്മൾ ആദ്യം നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റം ആദ്യം കണ്ടുപിടിക്കണം. ആൻഡ് ആ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട് 0.5. 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, അതായത് 6.02 ഇൻറ്റു 10⁻23. ഇതിനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം 1.5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്യുമ്പോഴത്തേക്ക് 3.011 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് കിട്ടും. അപ്പം നമ്പർ ഓഫ് ആറ്റം അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, 2 ഇൻറ്റു n. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തായിരുന്നു? 0.5 മോളിലെ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് 0.5 മോളിൽ. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആദ്യം കണ്ടുപിടിച്ചു. ഇനി ടെട്രാഹീഡ്രൽ വോയിഡ്സ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു n, അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റം അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് ആറ്റം നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു 3.011 ഇൻറ്റു 10⁻23 എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23. ഇനി നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ നമ്പർ എത്ര? n തന്നെയാണ്. അതായത് എത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടോ അത്രയും തന്നെയാണ് ഒക്ടാഹീഡ്രലിൻ്റെ എണ്ണം, ഒക്ടാഹീഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ 3.011 ഇൻറ്റു 10⁻23. അപ്പം നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണവും കിട്ടി, ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണവും കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ അറിയാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് പ്ലസ് നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് ഈക്വൽ 6.022 ഇൻറ്റു 10⁻23 പ്ലസ് 3.011 ഇൻറ്റു 2023. അപ്പം നമുക്ക് എത്ര കിട്ടും? 6 + 3 ഏകദേശം 9.03 ഇൻറ്റു 10⁻23 ഏകദേശം അത്രയും വോയിഡ്സ് ടോട്ടൽ നമുക്ക് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ആയിരുന്നു 1.16. A compound is formed by 2 elements m and n. അപ്പം എന്താ? നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, എക്സാമ്പിളായിട്ട് ചെയ്തതാണ്. m n എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ എമ്മും ഉണ്ട് എന്നും ഉണ്ട്. എലമെൻറ്റ് n ഫോം CCP. അപ്പം CCP എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് ആറ്റങ്ങളും ഉണ്ട് വോയിഡും ഉണ്ട്. അപ്പം n ആണ് CCP ഫോം ചെയ്യുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആറ്റങ്ങൾ ഫോം ചെയ്യുന്ന ഒരു n ആണ്. ആൻഡ് ആറ്റം ഓഫ് m ഒക്യുപ്പൈ ടെട്രാഹീഡ്രൽ വോയിഡ്, 1/3 ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ 1/3 ആണ് m ഒക്യുപ്പൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്താണെന്നാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. 1.16 ആണ്. നോക്കുക, CCP ആറ്റം ആണ്. CCP ആണ് തന്നിട്ടുണ്ട്. CCP ആകുമ്പോൾ ആറ്റം എത്ര ആയിരിക്കും? 4 ആണ്. ക്ലോസ് പാക്ഡ് ആയതുകൊണ്ട് തന്നെ അല്ലെ FCC CCPയിലൊക്കെ 4 ആണ് ആറ്റം. നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്, കാരണം ക്വസ്റ്റ്യനകത്ത് ടെട്രാഹീഡ്രൽ വോയിഡിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണം പറയണം. n അറിയാം. അപ്പം നമ്മൾ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് നോക്കണം. നമ്പർ ഓഫ് ആറ്റം n
n ഈസ് ഈക്വൽ ടു 4 ആണെന്നറിയാം. അപ്പോൾ 2 ഇൻറ്റു n 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 8. ഇനി നമ്മൾ തന്നിരിക്കുന്നതൊക്കെ എഴുതണം. തന്നിരിക്കുന്നത് എന്താ? n ഒക്യുപ്പൈ n ഫോം ദ CCP. അപ്പം n ആണ് CCP ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ഈസ് ഈക്വൽ ടു 4. m എന്തുവാ? ടെട്രാഹൈഡ്രൽ വോയിഡാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ 1/3 ഓഫ് ദി ടെട്രാഹൈഡ്രൽ വോയിഡാണ്. അപ്പം 1/3 ഇൻറ്റു ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ വാല്യൂ നമുക്കറിയാം 8. അത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n4 m8 m8/3 വാല്യൂസ് എഴുതണം. എന്നിട്ട് n ഈസ് ഈക്വൽ ടു ഈ 3 ഇങ്ങോട്ടേക്ക് പോകും. അപ്പം n എന്തായിട്ട് മാറും? 12 m8 ആകും. ആൻഡ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പം n3 m2. അപ്പം കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്താ? n3 m2. ഓക്കെ, അതത്രേ ഉള്ളൂ. അടുത്തത് 1.17 വളരെ സിമ്പിളാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാറ്റിസസ് ഹാസ് ദ ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി? സിമ്പിൾ ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ആണ് അല്ലേ? കാരണം നമ്മൾ എഫിഷ്യൻസി പഠിച്ചതാണ് FCC, HCP അല്ലെങ്കിൽ CCP സ്ട്രക്ചർക്കാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്. എത്ര എഫിഷ്യൻസിയുടെ വാല്യൂ മറന്നു പോകരുതെന്ന് പറഞ്ഞായിരുന്നു. ഇത് 74, ബോഡി സെൻറ്റേർഡിന് 68, സിമ്പിൾ ക്യൂബാകുമ്പം 52 അല്ലേ? സിമ്പിൾ ക്യൂബാകുമ്പം 52.4. അപ്പം പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആറ്റങ്ങൾ ഏറ്റവും അടുത്തടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ HCP സ്ട്രക്ചർ അല്ലെ FCC അല്ലെ CCP. അത് കഴിഞ്ഞ് ബോഡി സെൻറ്റേർഡ്, അത് കഴിഞ്ഞിട്ടാണ് സിമ്പിൾ ക്യൂബ്. ഇനി ഏറ്റവും കൂടുതൽ വോയിഡ് ഏതിനാന്ന് ചോദിച്ചാൽ നേരെ തിരിച്ച് പറയണം. സിമ്പിളിനാണ് ഏറ്റവും കൂടുതൽ വോയിഡ്സ് ഉള്ളത്, സ്പേസ് ഉള്ളത്. പിന്നെ ബോഡി സെൻറ്റേർഡിന് അതിന് ശേഷമാണ് ഹെക്സഗണൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1.18. ആൻ എലമെൻറ്റ് വിത്ത് മോളാർ മാസ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്കത് മൈൻഡിൽ വരണം. മോളാർ മാസ് തന്നിട്ടുണ്ട്, എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ യൂണിറ്റ് സെൽ എന്താണ്? അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എടുത്തെഴുതണം. ഓരോന്ന് എഴുതിയത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2.7 × 10⁻³ കിലോഗ്രാം. ക്വസ്റ്റ്യനകത്തുണ്ട് ഓൾറെഡി. ക്വസ്റ്റ്യനകത്തുള്ളത് തന്നെ എല്ലായിടത്തും എഴുതി. പിന്നെ മോളാർ മാസ് ഈസ് ഈക്വൽ ടു 2.7 × 10⁻² കിലോഗ്രാം പെർ മോൾ എഴുതി. പിന്നെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട് 405 പൈക്കോമീറ്റർ. ആ പൈക്കോയ്ക്ക് പകരം 10⁻12 മീറ്റർ എന്ന് എഴുതി. പിന്നെ 2 പോയിൻ്റ് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ട് 10⁻10 മീറ്ററിന് അതിനെ എഴുതി. ഏതിനെയാ? എഡ്ജ് ലെങ്തിനെ. പിന്നെ തന്നിരിക്കുന്ന എന്താ? അവോഗാഡ്രോ നമ്പറും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അവോഗാഡ്രോ കോൺസ്റ്റൻറ്റിൻ്റെ എന്താ വാല്യൂ അറിയാം. 6.02 × 10⁻23 പെർ മോൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് എഴുതണം. ഇക്വേഷൻ എന്തായിരുന്നു? D ഈസ് ഈക്വൽ ടു ZM/A³ ഇത് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഇതിനകത്ത് D ഉണ്ട്, M ഉണ്ട്, A³ ഉണ്ട്, NA ഉണ്ട്. അറിയാത്തത് എന്താ? Z. അപ്പം അങ്ങനെയാണെങ്കിൽ ഇസഡിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ രണ്ടിനെയും ഡിയുടെ അടുത്തേക്ക് പോകണം. D × A³ × NA. എന്നിട്ട് ഇസഡിൻ്റെ കൂടെയുള്ള M താഴേക്ക് വരണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ വാല്യൂസ് എഴുതണം. 2.7 × ഡിയുടെ വാല്യൂ എഴുതി. എല്ലാം വാല്യൂ ചെയ്തിട്ട് വെട്ടിക്കളയുമ്പോൾ നിങ്ങൾക്ക് ഇസഡ് അപ്രോക്സിമേറ്റ്ലി 4 കിട്ടും. എത്ര കിട്ടും? ഏകദേശം ഒരു 4 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 4. അപ്പം 4 കിട്ടുമ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നേച്ചർ ഓഫ് ദി യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിൻ്റെ നേച്ചറാണ് നമുക്കറിയാം. നമ്പർ ഓഫ് ആറ്റം ആണ് ഇപ്പോൾ കിട്ടിയത്, 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും യൂണിറ്റ് സെല്ല്? ഒന്നെങ്കിൽ FCC അല്ലെങ്കിൽ CCP. അപ്പം ഇതായിരിക്കും ഇവരുടെ എന്തെന്ന് പറയുന്നത്? FCC ഓർ CCP ആയിരിക്കും യൂണിറ്റ് സെല്ലിൻ്റെ നേച്ചർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസും. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.